ബംഗളൂരു ബാങ്ക് കൊള്ളയുടെ സൂത്രധാരൻ മുംബൈ സ്വദേശി ശശി തേവറാണെന്ന് പോലീസ്. 67-കാരനായ ശശി തേവർക്ക് വേണ്ടി മുംബൈയിലടക്കം തെരച്ചിൽ ഊർജിതമാക്കി. മുംബൈയിൽ വെച്ചാണ് കൊള്ള സംഘം രൂപീകരിച്ച് കവർച്ച ആസൂത്രണം ചെയ്തത്. അരുൺ പൂപ്പറമ്പ് വിവരങ്ങളും വച്ചിരുന്നു. അരുൺ, പ്രായത്തെ തളർത്താത്ത വീര്യത്തോടെ ഈ കൊള്ള ആസൂത്രണം ചെയ്യുന്ന ആളാണോ ശശി തേവർ എന്നാണോ പോലീസ് പറയുന്നത്? ഇയാൾക്ക് വലിയ വമ്പൻ നെറ്റ്വർക്കൊക്കെ ഉള്ള ആളാണോ? ഡോൺ ആണോ അരുൺ? അഷ്മി, ജനുവരി 17-നാണ് സിനിമാ സ്റ്റൈലിൽ മംഗളൂരു ഉള്ളാലിലെ ബാങ്കിൽ നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. ആ മുഖംമൂടി ധരിച്ച് തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി 12 കോടി രൂപ പണം ബാങ്കിൽ നിന്ന് കവർന്നത്. ആ കേസിൽ 3 പ്രതികളെയാണ് തമിഴ്നാട്ടിൽ നിന്നും പോലീസ് അതിസാഹസികമായി പിടികൂടിയത്. പിന്നീട് ഈ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടുകയും വെടിവെച്ച് വീഴ്ത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ 3 പ്രതികളിൽ ഒരാൾ നൽകിയിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരം വിവരങ്ങൾ, അതായത് ശശി തേവറിലേക്ക് പോലീസിൻ്റെ അന്വേഷണം എത്തുന്നത്. അതിൽ പോലീസ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ശശി തേവർ ഒരു കാലത്ത് ഈ ദക്ഷിണ കന്നഡയിൽ തന്നെ താമസിച്ച ആളാണ്. പിന്നീട് ഈ മുംബൈയിലേക്ക് താമസം മാറ്റി അവിടെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ള ആളാണ്. മുമ്പും ഇത്തരത്തിലുള്ള കേസുകൾ മുംബൈയിൽ ഇയാൾക്കെതിരെ ഉണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. 6 മാസം മുമ്പാണ് ഈ കൊള്ള ആസൂത്രണം ചെയ്യുന്നത്. ഈ മറ്റു പ്രതികളെ ഉൾപ്പെടെ മുംബൈയിൽ എത്തിച്ച് അവിടെ നിന്നാണ് ഈ 67-കാരൻ ഈ കൊള്ള ആസൂത്രണം ചെയ്തത്. അതിനുശേഷം 5 മാസം മുമ്പ് ഇതേ ബാങ്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തി മറ്റ് കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഈ കവർച്ചയ്ക്ക് പറ്റുന്ന സാഹചര്യമെല്ലാം അവിടെ നേരിട്ടെത്തി പരിശോധിക്കുക ഉൾപ്പെടെ ചെയ്തിരുന്നു എന്നതും പോലീസ് പറയുന്നുണ്ട്. അങ്ങനെയാണ് കൃത്യമായ ആസൂത്രണത്തോടുകൂടി ഈ കൊള്ള നടപ്പിലാക്കിയത്. ഈ ശശി തേവറിനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. മുംബൈ പോലീസിൻ്റെ ഉൾപ്പെടെ സഹായത്തോടെ മുംബൈയിൽ ഉൾപ്പെടെ എത്തി അയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇയാൾ വിദേശത്തെ കടന്നു എന്ന സൂചനയും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട്. ഇയാളെ പിടികൂടാൻ സാധിക്കും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ ഘട്ടത്തിലുള്ളത്. അഷ്മി, അരുൺ പൂപ്പറമ്പാണ് ബംഗളൂരുവിൽ നിന്നും ശശി തേവറുടെ വിവരങ്ങൾ നൽകിയത്.